യുഎസിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഒക്ടോബർ 1 മുതൽ ഗവൺമെന്റ് ഷട്ട്ഡൌണിന് സാധ്യത ഏറുകയാണ്. യുഎസ് കോൺഗ്രസ് സെപ്റ്റംബർ 30-നകം ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ല് പാസാക്കിയില്ലെങ്കിൽ ഫെഡറൽ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ ഏജൻസികളുടെ അടച്ചുപൂട്ടലിന് വഴിയൊരുങ്ങും. ബിൽ പാസാക്കുന്നത് സംബന്ധിച്ച് വൈറ്റ് ഹൗസിൽ അവസാനഘട്ട കൂടിക്കാഴ്ച നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചകൾ ധാരണയിലെത്താതെ പിരിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ എന്ന് വിശദമായി നോക്കാം. ഫെഡറൽ സർക്കാരിന്റെ കീഴിലുള്ള 438 ഏജൻസികളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തുന്ന വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സെപ്റ്റംബർ 30-നകം യുഎസ് കോൺഗ്രസ് പാസാക്കേണ്ടതുണ്ട്. ആകെ 12 ബില്ലുകളാണ് പാസാക്കേണ്ടത്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ബില്ലുകൾ പാസ്സായിട്ടില്ല. അഫോർഡബിൾ കെയർ ആക്ട് ആരോഗ്യ സബ്സിഡികൾ നീട്ടുന്നതിനെ ചൊല്ലിയാണ് പ്രധാന തർക്കം. ബില്ലുകൾ പാസ്സാക്കിയില്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്ക് പ്രവർത്തനം നിർത്തേണ്ടി വരും. ഇത് ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെയും പൊതുജനങ്ങളെയും ബാധിക്കും. യുഎസ് കോൺഗ്രസിലെ ജനപ്രതിനിധി സഭയുടെയും സെനറ്റിന്റെയും നിയന്ത്രണം ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻസിനാണെങ്കിലും 100-അംഗ സെനറ്റിൽ 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണയില്ലാതെ ബില്ല് പാസ്സാക്കാൻ കഴിയില്ല. ഇത് ഡെമോക്രാറ്റുകൾക്ക് വിലപേശൽ ശക്തി നൽകുന്നു. ഈ വർഷം അവസാനത്തോടെ കാലാവധി തീരുന്ന കുറഞ്ഞ വരുമാനക്കാർക്കുള്ള സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ പുതുക്കാതെ ബില്ലിനെ പിന്തുണയ്ക്കില്ലെന്ന് ഡെമോക്രാറ്റുകൾ നിലപാട് അറിയിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക്കന്മാർ സബ്സിഡികൾ നീട്ടാൻ തയ്യാറാണെങ്കിലും ഈ വിഷയം പ്രത്യേകം കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നു. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് 438 സർക്കാർ ഏജൻസികൾക്ക് കോൺഗ്രസ് ഫണ്ട് അനുവദിക്കണം. എന്നാൽ ഈ സമയപരിധി പലപ്പോഴും പാലിക്കാറില്ല. സാധാരണയായി താൽക്കാലിക ചെലവ് ബില്ലുകൾ പാസാക്കിയാണ് സർക്കാർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒക്ടോബർ 1-ന് രാവിലെ വരെ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഷട്ട്ഡൌൺ ആരംഭിക്കുമെന്നാണ് യുഎസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഡെമോക്രാറ്റുകൾ ശരിയായ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഗവൺമെന്റ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങുകയാണെന്ന് കരുതുന്നതായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് പറഞ്ഞു. ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഉണ്ടായാൽ പല ഫെഡറൽ ഏജൻസികളും അടച്ചുപൂട്ടുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയോ ശമ്പളമില്ലാതെ ജോലി ചെയ്യിക്കുകയോ ചെയ്യും. ട്രംപിന്റെ മുൻഗണനകളുമായി പൊരുത്തപ്പെടാത്ത ഫണ്ടില്ലാത്ത പ്രോഗ്രാമുകളിലെ ജീവനക്കാരെ കുറയ്ക്കാൻ വൈറ്റ് ഹൗസും ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ബജറ്റും പദ്ധതിയിടുന്നുണ്ട്. ഷട്ട്ഡൌൺ ഉണ്ടായാൽ ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അവശ്യ സേവനങ്ങൾ തുറന്നു പ്രവർത്തിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മിക്ക ജീവനക്കാരെയും പിരിച്ചുവിടും. ഹോംലാൻഡ് സെക്യൂരിറ്റി സജീവമായി തുടരും. കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ, സീക്രട്ട് സർവീസ്, സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്, ഇന്റേണൽ റവന്യൂ സർവീസസ്, ഫെമ ജീവനക്കാർ എന്നിവർ ജോലിയിൽ തുടരും. വിദ്യാർത്ഥി വായ്പകളടക്കം തുടർന്നും നൽകും. മുൻകാല ഷട്ട്ഡൌണുകളിൽ കുടിയേറ്റ ഹിയറിംഗുകൾ റദ്ദാക്കുകയും ഭവന വായ്പക്കാർക്കും ചെറുകിട ബിസിനസ്സുകൾക്കുമുള്ള ഫെഡറൽ വായ്പകളിൽ കാലതാമസം നേരിടുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ, തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ എന്നിവ തുടരും. അതേസമയം ഗവൺമെന്റ് ഷട്ട്ഡൌൺ 400-ലധികം ദേശീയ പാർക്കുകളെ ബാധിക്കും. 2013-ലെ ഷട്ട്ഡൌണിനെ തുടർന്ന് 16 ദിവസത്തിനുള്ളിൽ 8 ദശലക്ഷം സന്ദർശനങ്ങളും $414 ദശലക്ഷം നഷ്ടപ്പെട്ടിരുന്നു. 2019-ൽ പല പാർക്കുകളും സേവനങ്ങളില്ലാതെ തുറന്നു പ്രവർത്തിച്ചു. ഇത് പ്രതിദിനം $4 ലക്ഷം ഫീസിലും പ്രതിദിനം $20 ദശലക്ഷം ടൂറിസ്റ്റ് ചെലവിലും നഷ്ടമുണ്ടാക്കി. 1980 മുതൽ ഇതുവരെ 14 ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഉണ്ടായിട്ടുണ്ട്. പലതും 1-2 ദിവസം മാത്രം നീണ്ടുനിന്നു. ട്രംപ് പ്രസിഡന്റായിരിക്കെ 2018 ഡിസംബറിൽ നടന്ന അവസാനത്തെ ഗവൺമെന്റ് ഷട്ട്ഡൌൺ 35 ദിവസം നീണ്ടു നിന്നിരുന്നു. ഇത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നു. അന്ന് അതിർത്തി സുരക്ഷയെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഷട്ട്ഡൌൺ നീളാൻ കാരണമായത്. അതേസമയം 2 ആഴ്ചയിലധികം ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതെ വന്നാൽ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. 2018-19-ലെ ഷട്ട്ഡൌൺ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം $3 ബില്യൺ നഷ്ടമുണ്ടാക്കി. അന്ന് 2.2 ദശലക്ഷം ഫെഡറൽ ജീവനക്കാരിൽ ഏകദേശം 8 ലക്ഷം പേർക്ക് അവധി നൽകിയിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.